ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കെട്ടുകാഴ്ച മഹോത്സവത്തിലേക്കാണ് ഇന്നത്തെ എന്റെ സഞ്ചാരം. ഉഗ്രമൂർത്തിയും മറ്റു മൂർത്തികളും പട്ടിണിപ്പാവങ്ങളുടെ നെഞ്ചത്തുകൂടി തേരും തള്ളിക്കൊണ്ടുവരുന്നതാണ് ഉത്സവത്തിന്റെ ഐതിഹ്യം. ഇതിന്റെ പ്രധാന ആകർഷണം ഇവരുടെ രഥം തന്നെയാണ്. മൂങ്ങയുടെ കഴുത്തുപോലെ 360 ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന കസേരയും ആലോചനാ സിരാകേന്ദ്രവും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. മുകളിലേക്ക് കുതിച്ചു പോകാനും താഴേക്ക് ഊർന്നിറങ്ങാനും കഴിയുന്ന റോക്കറ്റിന്റെ എഞ്ചിൻ പ്രധാന കവാടത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാക്കളെയും ഇതിൽ ആവാഹിച്ച സ്ഥിതിക്ക് ഖജനാവിൽ പെറ്റുകിടക്കുന്ന ഈ പൂച്ചയെ കൂടി ഇതിൽ കൂട്ടാമായിരുന്നു. പേടിപ്പിച്ച് ബഹുമാനം പിടിച്ചുവാങ്ങുക എന്നുള്ളതാണ് പ്രധാന വിനോദം. ഒരു പ്രത്യേക നിറം പട്ട് ഉഗ്രമൂർത്തിയെ അണിയിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പുഷ്പാർച്ചനയും കൃത്രിമ ശ്വാസവും നൽകിയുള്ള രക്ഷാപ്രവർത്തനത്തിന് 2 സംഘടന യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഇതൊക്കെ ഒളിഞ്ഞു നോക്കാൻ കിളിവാതിലുകളും 3D കണ്ണടയും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ഉപ്പുമാവ് തിന്നുകൊണ്ടിരുന്ന LP സ്കൂളിലെ കുട്ടികൾ പോലും സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവ് ഒരു നോക്ക് കാണാനായി ഓടിയെത്തിയിരുന്നു. പ്രഗത്ഭരായ വായ്ത്താള വിദഗ്ധന്മാരുടെ വായ്ത്താള കച്ചേരി ഉത്സവ വേദികളുടെ മാറ്റുകൂട്ടിക്കൊണ്ടേയിരുന്നു. ബസ് ആണെങ്കിലും ഇവറ്റകളുടെ തള്ളുകേട്ടിരിക്കാൻ ഒരു പരിധിയില്ലേ, അതിനും അടുത്ത് കാണും. ഉത്സവത്തിന്റെ ഐശ്വര്യം ചുറ്റുപാടുമുള്ളവർക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ISRO ചൊവ്വാ ദൗത്യത്തിന് ചോദിച്ചിട്ടും കൊടുക്കാത്ത ഈ മുതലിനെ കാണാനായി അങ്ങ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുപോലും ഭക്തജനങ്ങൾ കുത്തിയൊലിച്ചു വരികയാണ്.